CPM നേതാവ് പി ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചെന്ന കേസിൽ RSS പ്രവർത്തകരായ 8 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതിയായ RSS പ്രവർത്തകൻ ചീരുകണ്ടോത്ത് പ്രശാന്തിനെ മാത്രമാണ് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് പി ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. RSS പ്രവർത്തകരായ 9 പേരായിരുന്നു കേസിലെ പ്രതികൾ. ഇവരിൽ 6 പേരെ 2007 കുറ്റക്കാരെന്ന് കണ്ടെത്തി വിചാരണ കോടതി ശിക്ഷിച്ചു. 3 പ്രതികളെ വെറുതെ വിട്ടു. വിചാരണ കോടതി വിധിക്കെതിരെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും 3 പേരെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ അപ്പീലുകളിലാണ് ജസ്റ്റിസ് സോമരാജ് വ്യാഴാഴ്ച വിധി പ്രസ്താവിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. കൃത്യമായ സാക്ഷിമൊഴികളുടെ അഭാവവും മറ്റും തെളിവുകളില്ലാത്തതുമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. രണ്ടാം പ്രതി പ്രശാന്തിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും നേരത്തെ ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന പല വകുപ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രശാന്തിനെതിരെ കീഴ്ക്കോടതി വിധിച്ച IPC 482, 436, 326, 307 വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ ഹൈക്കോടതി ശരിവച്ചു. അതേസമയം IPC 143, 147, 148 പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഒഴിവാക്കിയത്. ജയരാജനെ ആക്രമിക്കുവാൻ ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെയുള്ള തെളിവുകളുടെയും രക്തസാമ്പിളുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. തങ്കമാണു നീ, ഒളിമായാത്ത തിങ്കളാണു നീ, കൊഞ്ചം നിലാ, എന്നും സ്വന്തം രാജകുമാരി. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. രാജകുമാരി.